തിരുനെൽവേലി ഉൾപ്പെടെയുള്ള മേഖലയിൽ പൊതുവെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുനെൽവേലി ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും മെല്ലെയാണ് വെള്ളം ഇറങ്ങുന്നത്. തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയാണ്. ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ 100 പേരെ രക്ഷപ്പെടുത്തി മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് പ്രത്യേക ട്രെയിനിൽ ഇവരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകും. അതിനിടെ തമിഴ്നാട് സർക്കാരിനെതിരെ വിമർശനവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. സർക്കാർ പൂർണ്ണ പരാജയമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വൈകിട്ട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, ഒപ്പം തന്നെ തിരുനെൽവേലിയിൽ നിന്ന് MG പ്രതീഷ് എന്നിവർ വിവരങ്ങളുമായി. ആദ്യം മനേഷ് മൂർത്തിയിലേക്കാണ്. മനേഷ്, ഇപ്പോൾ പൊതുവെ മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷെ മഴക്കെടുതികൾ അതിരൂക്ഷമാണ്. കാരണം നമുക്കറിയാം, പ്രളയത്തിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യം എന്നൊക്കെയുള്ളത്, ഏറ്റവും അതിനെ നേരിടുക എന്നൊക്കെയുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. പൊതുവെയുള്ള സാഹചര്യം എങ്ങനെയാണ് ഈ മഴ ഏറ്റവും കൂടുതൽ പെയ്ത ഇടങ്ങളിൽ? അനുജ, രണ്ട് ജില്ലകൾ, അത് തൂത്തുക്കുടിയും തിരുനെൽവേലിയും രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കന്യാകുമാരി ആണെങ്കിലും തെങ്കാശി ആണെങ്കിലും അത്ര കണ്ട് വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നിലവിൽ അനുഭവിക്കുന്നില്ല. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഏറ്റവും രൂക്ഷമായ കെടുതി അനുഭവിക്കുന്നത് ഇപ്പോഴും തിരുനെൽവേലിയും അതുപോലെ തന്നെ തൂത്തുക്കുടിയും തന്നെയാണ്. പല മേഖലകളിൽ നിന്നും ഇപ്പോഴും ആളുകളെ ഹെലികോപ്റ്റർ മുഖാന്തരമൊക്കെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40 മണിക്കൂറിലധികമായി ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിക്കിടന്നിരുന്ന, ട്രെയിനിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 40 മണിക്കൂറായി അവർക്ക് കൃത്യമായ ഭക്ഷണം പോലും ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ള ആ യാത്രക്കാരൊക്കെ നമ്മളോട് പറയുന്നത്. എന്തായാലും അവരെ ഇപ്പോൾ ഒരു 100 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് അവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ, അതായത് ആ ട്രെയിൻ നിൽക്കുന്ന ഇടത്തു നിന്നും 3 കിലോമീറ്റർ വെള്ളത്തിലൂടെ തന്നെയാണ് ഈ യാത്രക്കാരെ കൊണ്ടുവരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ഒരു സുരക്ഷിതമായ വഴി കണ്ടെത്തുകയാണ് NDRF ആദ്യം ചെയ്തത്. ആ വഴിയിലാണ് ഇപ്പോൾ ഇവരെ കൊണ്ടുപോകുന്നത്. ആ വഴിയിൽ കൊണ്ടുപോയി 3 കിലോമീറ്റർ അപ്പുറത്തുള്ള വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ബസ്സിലാണ് ഈ മിനിയാച്ചി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാവരെയും അവിടെ നിന്നും രക്ഷപ്പെടുത്തി, പൂർണ്ണമായും എല്ലാവരെയും രക്ഷപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നും ഒരു ട്രെയിൻ ചെന്നൈയിലേക്ക്, സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടും. ആ ട്രെയിനിലായിരിക്കും ഇവരെയൊക്കെ കൊണ്ടുവരിക. അതിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും എന്തായാലും അവിടെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ആശങ്കയുണ്ടായിരുന്ന ഇടം തന്നെയായിരുന്നു ഈ ശ്രീവൈകുണ്ഠം എന്ന് പറയുന്നത്. കാരണം അവിടെ വെള്ളം ഇറങ്ങാനുള്ള ഒരു സാധ്യതയും അടുത്ത ദിവസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ അവിടെ നടത്തിയത്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഗർഭിണികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അത്തരത്തിൽ രോഗാവസ്ഥയിലുള്ള ആളുകളെയൊക്കെ എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മുൻപ് തന്നെ അവരൊക്കെ മധുര പോലുള്ള മേഖലകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. അതാണ് മനേഷ്, ഇപ്പോൾ വൈകിട്ട് പ്രധാനമന്ത്രിയെ കാണുന്നതിന് മുന്നോടിയായ ഒരു വലിയ വിമർശനം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചത് കേന്ദ്രത്തിന്റെ പരാമർശം, അത് അങ്ങനെ പാർലമെന്റിൽ ഒരു പരാമർശം മന്ത്രി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയ തിരിച്ചടിയും കൂടിയാണല്ലോ. അനുജ, മറ്റൊരു പ്രധാനപ്പെട്ട കഥ, അതായത് ഈ രീതിയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം ഉണ്ടാകുമ്പോഴും 4 ജില്ലകളിൽ മിഗ്ജോങ് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ഈ 4 ജില്ലകളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം പറഞ്ഞത് NDRFന്റെ ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള എത്തിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘമാണ്, 6 പേരടങ്ങുന്ന സംഘമാണ് ഇവിടെ പരിശോധിക്കാനായി എത്തിയത്. അതിലുള്ളവർ പറഞ്ഞിരുന്നത് വളരെ മികച്ച രീതിയിലാണ് തമിഴ്നാട് സർക്കാർ ഈ പ്രളയത്തെ നേരിട്ടത്. അതായത് മിഗ്ജോങ് ചുഴലിക്കാറ്റ് വന്ന സമയത്ത് വളരെ മികച്ച രീതിയിലാണ് ഇടപെട്ടത് എന്നാണ് ആ കേന്ദ്ര സംഘം പറഞ്ഞത്. പക്ഷെ എന്തായാലും ഇപ്പോൾ മറ്റ് 4 ഇടങ്ങളിൽ കൂടി സമാനമായ രീതിയിലുള്ള പ്രളയം സംഭവിക്കുമ്പോൾ അത് കേന്ദ്രം തിരിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് ഈ ഒരു പ്രളയത്തെ തമിഴ്നാട് സർക്കാർ കൈകാര്യം ചെയ്തത് എന്നാണ്. എന്തായാലും അത് വലിയ വിമർശനത്തിന്, അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്കൊക്കെ, വലിയ ചർച്ചകളിലേക്കൊക്കെ പോകേണ്ട ഒരു കാര്യം കൂടിയാണ്. ഏറ്റവും പ്രധാനം, ഇന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അവിടെ ഉണ്ട്, ഡൽഹിയിലുണ്ട്. അദ്ദേഹം ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായി അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. രാത്രി 10:30 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. അവിടെ കാണുമ്പോൾ ഈ 8 ജില്ലകൾ, അത് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ള 4 ജില്ലകൾ, അത് ചെന്നൈ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, അതുപോലെ തന്നെ തിരുവള്ളൂർ, ഈ 4 ജില്ലകൾ ആദ്യഘട്ടത്തിൽ എഫക്ട് ചെയ്ത ജില്ലകൾ. അതിനുശേഷം ഇപ്പോൾ തൂത്തുക്കുടിയും കന്യാകുമാരിയും അതുപോലെ തിരുനെൽവേലിയും ഉൾപ്പെടെയുള്ള ആ തീരദേശ മേഖലയിലുള്ള, തെക്കൻ മേഖലയിലുള്ള ജില്ലകൾ, ഇവിടങ്ങളിലൊക്കെ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു കണക്ക് പറയുന്നത് 19,000 കോടി രൂപയുടെ നാശനഷ്ടമെന്നാണ്. ആ നഷ്ടം എന്തായാലും കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ഒരു സന്ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് രക്ഷാപ്രവർത്തനം ഒപ്പം തന്നെ നടക്കുന്നുണ്ട്, അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, പീയൂഷ് ഗോയലിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വരുന്നത്. വലിയ തിരിച്ചടി തന്നെയാകും തമിഴ്നാടിന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കത്ത് കൂടി ഇന്നിപ്പോൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്രത്തിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് അയച്ചിട്ടുണ്ട്.
4 ഹെലികോപ്റ്ററുകളാണ് നിലവിൽ 8 ഹെലികോപ്റ്ററുകളാണ് ഇവിടെ സേവനത്തിനുള്ളത്. അത് ഹെലികോപ്റ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, അതിനുള്ള നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് കൂടി ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എം കെ ശരി, സ്റ്റാലിൻ അതാണ് മനേഷ് പ്രതിരോധ മൂർത്തി മന്ത്രി നൽകുന്ന രാജ്നാഥ് വിവരം. സിംഗിന് നമ്മൾ നൽകിയിട്ടുണ്ട്. MG പ്രതീഷിലേക്ക് കൂടി പോകുന്നു. പ്രതീഷ് ചേർന്നത് തിരുനെൽവേലിയിൽ നിന്നാണ്. പ്രതീഷ്, ഇപ്പോൾ 19,000 കോടിയുടെ നഷ്ടം എന്നൊക്കെയുള്ളത് ആകെയുള്ള കണക്ക്. അതിൽ തന്നെ തിരുനെൽവേലിയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഒട്ടേറെ ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? തൂത്തുക്കുടിയിലെയും തിരുനെൽവേലിയിലെയും ആളുകൾ ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണ്. കാരണം വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് തൂത്തുക്കുടി തിരുനെൽവേലി മേഖലയിൽ ഈ പ്രളയക്കെടുതിയിൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകൾ തകർന്നു, ആയിരക്കണക്കിന് ആളുകളെയാണ് ബാധിക്കപ്പെട്ടത്. ഇപ്പോഴും 2000-ലധികം ആളുകളാണ് തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിൽ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തൂത്തുക്കുടിക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ വലിയ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഒന്നും തന്നെ ഈ വെള്ളപ്പൊക്കം, അത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഒന്നും തന്നെ ബാധിക്കാത്ത ഒരു മേഖല കൂടിയാണിത്. പക്ഷേ അപ്രതീക്ഷിതമായി ഇരച്ചെത്തിയ മഴവെള്ളം, പ്രളയജലം ഈ ഗ്രാമത്തെ ഒന്നാകെ മുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പലർക്കും വീട് നഷ്ടപ്പെട്ടു. കാരണം ഒരു വീട് താമസിക്കാൻ കഴിയാത്ത നിലയിലേക്ക് തകർന്നു പോയ ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഓരോരുത്തരുടെയും ഒരു സങ്കട കണ്ണീര് കൂടിയാണ്. അത്തരത്തിലൊരു കാഴ്ചയാണ്. ஒண்ணுமே எடுக்கல, எதுவுமே எடுக்கல. அவ்வளவும் அப்படியே மூட்டோட உள்ளே சரிஞ்சு விழுந்துட்டு வெளியில கிளம்பி போகவும் முடியல. அப்பெல்லாம் அந்த அளவுக்கு வரும்னு யாரும் நினைக்கவும் முடியல. எங்களுக்கு ஏதாவது பார்த்து செய்யுங்க ஐயா. சாப்பாடு கூட வழி இல்லாம இப்ப சாப்பிடவும் இல்லை. காலையில இருந்து இருக்கும். 5 பேர். மகன், எங்க வீட்டு ஆளு, என் மகன் 2 பேரு, நான், என் மகா, அவங்க அப்பா, 5 பேர் இருக்கும். தண்ணி வந்தப்போ அங்க ஒரு வீட்டுல போய் மாடியில இருந்தோம். அப்புறமா நேத்து போட்டுக்கு போன் பண்ணி இந்த ஹெலிகாப்டர் ஏதாவது வந்து காப்பாத்துறோம்னு பார்த்தா இங்க வரல. அகரத்துல போய் ஹெலிகாப்டர்ல ஆட்களை ஏற்றிட்டு போயிட்டு எங்களை வந்து ஒண்ணுமே காப்பாத்த வரல. நாங்க ஒரு மாடி வீட்டுல போய் நேற்று ஒருவேளை ராத்திரி 8 மணிக்கு தான் எல்லாரும் சேர்ந்து சமைச்சு சாப்பிட்டுட்டு இருந்தோம். அதுக்கப்புறம் வழி இல்லாம இன்னும் காலையில இருந்து சாப்பிடல. அடுத்த வீட்டுல போய் எങ്ങനെ சாப்பாடு வாங்கி சாப்பிடன்ட்டு இருக்கோம். இந்த வீட்டுல எனக்கு கல்யாணம் ஆகி 25 வருஷம் ஆச்சு. எங்க மாமா அத்தை அந்த வீட்டுல தான் வாழ்ந்திருக்காங்க. 2-3 தலைமுறை ஆயிட்டு இங்கதான் இருக்கும். எனக்கு கல்யாணம் ஆகி 25 வருஷம் அந்த வீட்டுல தான் சரி பண்ண உங்களால முடியுமா? சரி பண்ண முடியாது, முடியாது, எதையுமே முடியாது, எதையுமே எடுக்கவும் முடியாது. இப்ப உள்ள இருக்கிறத எடுத்தாலுமே நமக்கு வந்து அது நல்லாவே இருக்காது. நமக்கு உபயோகிக்க முடியாது. தூர தான் போடணும் அந்த பாத்திரத்தெல்லாம். துணிமணி கூட இல்ல, அவ்வளவு துணிமணியும் போயிட்டு. துணிமணி கூட கிடையாது, உடுத்த துணி கூட கிடையாது. பாய், இந்த பாய் 2 பாய் தான் தெரிஞ்சிருக்கு. இந்த கட்டில இருந்துச்சு இந்த பாய் 2. அதை கண்டு இதை அலசி, இந்த தண்ணி வரும்போது கும்பல தண்ணி இதுல இப்பதான் இறங்கி இருக்கு. அலசி போட்டுட்டு அதை மட்டும் காயதுக்கு, மத்தது ஃபுல்லா அப்படியே உள்ளதான் கிடக்கு. எதுவுமே எடுக்க முடியல. இந்த ட்ரம்மு, இந்த குடம் இதெல்லாம் அந்த மடத்தாந்தோட்டத்துல தண்ணியில கிடந்துச்சு. இப்ப காலையில போய் அந்த இதை மட்டும் எடுத்துட்டு வந்து இதுல வச்சிருக்கேன். மத்தது எதுவுமே எடுக்கல. പ്രളയമേഖലയിലെ കാഴ്ചകളാണ് തീർത്തും നമ്മളെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളും പ്രതികരണങ്ങളുമാണ് ഈ മേഖലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം, ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഇവർ പറയുന്നത്. മഴയ്ക്ക് ശമനമായെങ്കിലും വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ അധികാരികൾ ചെയ്തു കൊടുക്കണമെന്ന ഒരു അഭ്യർത്ഥന കൂടിയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രളയമേഖലയിൽ നിന്ന് ക്യാമറമാൻ അഭിലാഷ് തൊഴുങ്കോടിനൊപ്പം MG പ്രതീഷ്, 24. തിരുനെൽവേലിയിൽ നിന്നാണ് MG പ്രതീഷ് വിവരങ്ങൾ നൽകിയത്. തങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിൽ അധികൃതർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് പ്രദേശവാസികൾ 24നോട് പറഞ്ഞത്.